ഷോപ്പിഫൈയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് ഒരു വെബ്സൈറ്റിൽ SEO ചെയ്യുന്ന ടൈമിൽ വരുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക്, നമ്മൾ യൂഷ്വലി ശ്രദ്ധിക്കാത്ത ഒരു മിസ്റ്റേക്കാണ് ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നത്. അതായത് ഷോപ്പിഫൈയുടെ പുതിയ തീം, ഹൊറിസോൺ തീമിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊരു പ്രോഡക്റ്റ് പേജ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് പേജിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ടൈപ്പോഗ്രഫി കസ്റ്റം കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ കസ്റ്റം കൊടുത്തു, ഇപ്പോൾ ബോഡി എന്നത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോണ്ട് ക്രമീകരിക്കാം. അതായത് സബ് ഹെഡിങ് കൊടുത്തിട്ട് ഈ ഒരു ടൈറ്റിൽ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ അത് SEOയെ ഭയങ്കരമായി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എല്ലാ പേജിലും, അതിപ്പോൾ പ്രോഡക്റ്റ് പേജോ കളക്ഷൻ പേജോ ഹോം പേജോ, ഇതിന് എല്ലാം വ്യക്തമായിട്ട് നമുക്കൊരു H1 ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ H1 ടൈറ്റിൽ മിസ്സിംഗ് ആണെങ്കിൽ അത് SEOയെ നല്ല രീതിക്കും ബാധിക്കും. ഞാനിപ്പോൾ രണ്ട് രീതിക്കും ട്രൈ ചെയ്ത് നോക്കി. അതായത് H1 ടൈറ്റിൽ ഇല്ലാതെ SEO കംപ്ലീറ്റ് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ H1 ടൈറ്റിൽ വച്ച് കംപ്ലീറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ റിസൾട്ട് എപ്പോഴും എനിക്ക് തോന്നിയത്, ബെറ്റർ ആയിട്ട് തോന്നിയത്, H1 ടൈറ്റിൽ കമ്പൽസറി ആയിട്ട് നമ്മുടെ ഒരു പേജിൽ ഉണ്ടാവണം. അപ്പോൾ ഷോപ്പിഫൈയുടെ ഹൊറിസോണിൽ നമ്മൾ കുറച്ചുകൂടെ കസ്റ്റമൈസ്ഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കത്തില്ല. അതായത് ഈ ടൈറ്റിൽ ഇപ്പോൾ H2ലാണ് കിടക്കുന്നത്, സോ അത് H1 ടൈറ്റിൽ തന്നെ ആയിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഹെഡിങ്ങിൽ തന്നെ വരിക, ഹെഡിങ് കൊടുക്കുക, ഫോണ്ട് ക്രമീകരിക്കുക. അപ്പോൾ നമ്മളിത് ഇതിന് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സെറ്റിംഗ്സിൻ്റെ അകത്ത് ടൈപ്പോഗ്രഫിയിൽ ഹെഡിങ് എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു ബോഡിയുടെ ഫോണ്ടോ മറ്റോ വച്ചിട്ട് ഇത് കസ്റ്റം ചെയ്യാൻ നോക്കരുത്. അതായത് നമുക്ക് ബോഡിയുടെ ഫോണ്ട് ഇഷ്ടപ്പെട്ടു, സോ ടൈറ്റിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി, സോ ഇങ്ങനെ ഒരിക്കലും നോക്കരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ് പേജ്, അതുപോലെ തന്നെ കളക്ഷൻ പേജ്, ഇപ്പോൾ ഞാനൊരു കളക്ഷൻ പേജ് എടുത്തു, ഞാനിപ്പോൾ ഈ ഒരു കളക്ഷൻ പേജ് എടുത്താൽ ഞാനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊരു പേജ് ആയാലും അതിന് ഒരു ഹെഡിങ് കമ്പൽസറി ആണ്. സോ ഞാൻ ഈ ടൈറ്റിലിന്റെ പേരും ഹെഡിങ് 1 തന്നെ കൊടുക്കുക, സബ് ഹെഡിങ് കൊടുക്കരുത്, ഹെഡിങ് തന്നെ കൊടുക്കുക. കാരണം നമുക്ക് എപ്പോഴും ഒരു പേജിൽ ഹെഡിങ് 1 ഉണ്ടാകണം. സോ ഞാൻ ഈ പ്രോഡക്റ്റ് പേജിൽ മറ്റൊരു ഹെഡിങ് ഉണ്ടാവുന്നില്ല, സോ ഹെഡിങ് തന്നെ ഉണ്ടാകണം. സോ ഞാൻ ഉദ്ദേശിക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും, ഞാനിപ്പോൾ ആദ്യ തവണ ചെയ്തപ്പോൾ കസ്റ്റം കുറച്ചധികം ഓപ്ഷൻ ഉണ്ടല്ലോ, സോ ഞാനൊരു ഇതിലൊരു ഫോണ്ടൊക്കെ മാറ്റി നല്ല ലുക്കൊക്കെ ആക്കി. പക്ഷെ ആ സമയത്ത് നമ്മുടെ SEOയെ ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഈ ടൈപ്പോഗ്രഫിയിലെ ഫോണ്ട്, 4 ഫോണ്ടാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. 4ഉം നമ്മൾ ആദ്യമേ വ്യക്തമായിട്ട് ഹെഡിങ്സുകൾക്ക് എല്ലാം ഏത് ഫോണ്ട് വേണം, അതുപോലെ തന്നെ സബ് ഹെഡിങ്ങിന് ഏത് ഫോണ്ട് വേണം, ബോഡിക്ക് ഏത് ഫോണ്ട് വേണം എന്ന് വ്യക്തമായിട്ട് സെറ്റ് ചെയ്തിട്ട് വർക്ക് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഒരു ചെറിയ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ മറ്റെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.